സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണിയും അപവാദ പ്രചാരണവുമെന്ന പരാതിയുമായി മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ. ഡ്യൂട്ടിയുടെ ഭാഗമായി നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി വ്യക്തിഹത്യ നടത്തുന്നുവെന്നാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പരാതി. സന്ദീപാണ് പരാതിക്കാരൻ. KSU നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണ് പോലീസിൽ ഇപ്പോൾ സന്ദീപ് പരാതി കൊടുത്തിരിക്കുന്നത്. മേഘന മുരളി തിരുവനന്തപുരത്ത് അപ്ഡേറ്റുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് മേഘന, പറയൂ. SKN ഈ സംഭവങ്ങളുടെ തുടക്കം നവകേരള സദസ്സ് ആലപ്പുഴയിൽ എത്തിയപ്പോഴുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ആക്രമിച്ചു എന്നുള്ളതായിരുന്നു KSU നേതാക്കളുടെ പരാതിയായി വന്നത്. അതിനുശേഷം അത് വലിയ വിവാദത്തിലാവുകയും അതിൽ KSU നേതാക്കൾ പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് അത് കഴിഞ്ഞ് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ വിവാദം അടങ്ങുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ പരാതിയായി വരുന്നത് സൈബർ ഇടങ്ങളിൽ, കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിലടക്കം വധഭീഷണി അടക്കം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പലതരത്തിലും ഭരണം മാറിയാൽ തലയടിച്ചു പൊട്ടിക്കുമെന്നടക്കമുള്ള ഭീഷണികൾ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളിൽ വരുന്നു. അതുപോലെ തന്നെ KSU ആലപ്പുഴയിലെ നേതാവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള അരുണിനെതിരെ അടക്കം ഈ പരാതി പറയുന്നുണ്ട്. അങ്ങനെ ഫേസ്ബുക്കിൽ വധഭീഷണി മുഴക്കുന്നു, അതുപോലെ തന്നെ തലയടിച്ചു പൊട്ടിക്കും, അതുപോലെ തന്നെ ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ മറ്റ് സൈബർ ഹാൻഡിലുകളുടെയും ഇടയിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ പരാതിയെ വരുന്നത്. അങ്ങനെ നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസിനാണ് പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഈ സന്ദേശങ്ങൾ വരുന്ന, അതുപോലെ തന്നെ ഈ ഫേസ്ബുക്കിലടക്കം നടക്കുന്ന പ്രചരണങ്ങളുടെ പോസ്റ്റുകളടക്കമാണ്, സ്ക്രീൻഷോട്ടുകളടക്കമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതിയായി നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും പരാതിയായി നൽകിയിട്ടുള്ളത്. ഈ സ്ക്രീൻഷോട്ടുകൾ, അതുപോലെ തന്നെ ഈ പ്രചരണത്തിന്റെ സ്ക്രീൻഷോട്ടുകളടക്കം ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചെടിച്ചട്ടി കൊണ്ട് തലയ്ക്കടിച്ചു എന്ന് പറയുന്ന KSU നേതാക്കളുടെ പ്രചരണം അത് വ്യാജമാണ്. അതുപോലെ തന്നെ ഡ്യൂട്ടിക്കിടെ നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണമായി നടത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഈ പരാതിയിൽ പറയുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.